പിന്നില്ലേ നീ എപ്പോഴും എന്നോട് പറയല്ലേ മണി ഇസ്ന്റ് എവറിത്തിങ്, പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലെന്ന്. അപ്പൊ നീ ഇപ്പം എന്തുകൊണ്ടാ പറയുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നിട്ട് റിച്ച് ആവണം എന്നൊക്കെ? മണി ഈസ് നോട്ട് എവറിത്തിങ്, ശരിയാണ്. പക്ഷെ ഞാൻ റിച്ച് ആവണം എന്ന് ഉള്ളൊരു ആഗ്രഹത്തെക്കാളും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം. ഓക്കെ. എന്താ പറയാ, നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് നമുക്ക് ഉപകരിക്കണം, നമ്മളെ വീട്ടുകാർക്ക് ഉപകരിക്കണം, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഉപകരിക്കണം എന്നുള്ളൊരു തരത്തിലാണ് റിച്ച് ആവണം എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ കിടന്ന് ഉറങ്ങണം എന്നൊന്നുമല്ല. ഇപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുണ്ട്, മറ്റേ മമ്മൂട്ടിയുടെ വർഷം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആ സിനിമയില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാണിക്കുന്നുണ്ട് അതില്. രണ്ട്, പൈസ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് മമ്മൂട്ടി ഭയങ്കര റിച്ചാണ്, ഭയങ്കര റിയൽ എസ്റ്റേറ്റ് ഇതാണ്. ഓക്കെ, വിട്ട് മൂടാനുള്ള പൈസ ഉണ്ട്. മമ്മൂട്ടി ഇന്നസെന്റ് ഉള്ള മൂവിയാ? അല്ല, അത് പ്രാഞ്ചേട്ടനാണ്. ഇത് വർഷം എന്ന് പറഞ്ഞു. വർഷം ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ഭയങ്കര റിച്ചാണ്. പക്ഷെ മമ്മൂട്ടിയുടെ മോന് പെട്ടെന്ന് രാവിലെ രാത്രി ഉറങ്ങിയെടുത്തുനിന്ന് രാവിലെ എണീറ്റില്ല. റൂമ് നോക്കുമ്പോ അവൻ കിടക്കുന്നുണ്ട് മരിച്ച്. അവന്റെ മമ്മൂട്ടിയുടെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒറ്റ മോനെയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള പൈസ ഉണ്ട്, പക്ഷെ കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്, ആ സിനിമയിലെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹി സ്റ്റാർട്ടഡ് ടു ഡു ചാരിറ്റി. കുറെ എന്താ പറയാ, ഒരുപാട് ചാരിറ്റീസ് ചെയ്യാൻ തുടങ്ങി, സ്കൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതുപോലൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്തിട്ടാണ്, അവന്റെ ചികിത്സക്കോ മറ്റോ ഹെൽപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ പൈസ ഒരുപാട് ഉണ്ടായാലും, പൈസ എത്ര ഉണ്ടായിട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു കംഫേർട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് പൈസ വേണം, നമ്മൾ റിച്ച് ആവണം. റിച്ച് എന്നല്ല, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം. അതിനൊരു പെർട്ടിക്കുലർ ടേം ഉണ്ട്, ഫൈനാൻഷ്യൽ ഫ്രീഡം.